സുരേഷ് ഗോപി പറഞ്ഞ വിഷയം അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ അധമകുല ജാഥ പ്രയോഗം, അതുപോലെ തന്നെ സവർണ അവർണ മേധാവിത്വം, എന്താണ് ഈ എന്താ പറയുക, നമ്മുടെ ചാതുർവർണ്ണ്യം, ഇതൊക്കെ വലിയ ചർച്ചകളിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നലെ നമ്മൾ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. എന്താണ് സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്, അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം തന്നെയാണോ ഇവർ പറഞ്ഞത്, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. കുറച്ചും കൂടെ വിശദമായിട്ട് സുരേഷ് ഗോപി അതിന് ചില വ്യക്തത വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കാര്യം, താൻ പറഞ്ഞ പ്രസംഗം മുഴുവൻ പുറത്തുവിടാൻ മാധ്യമങ്ങൾ തയ്യാറാവണമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അതിൽ കൃത്യമായിട്ട് താൻ എന്താണ് പറയുന്നത് എന്നുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് മുഴുവൻ പുറത്തു വിടൂ, അല്ലാതെ ഈ തരത്തിൽ നാറിയ കളി കളിക്കരുത് എന്ന് തന്നെ സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വിനായകൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ഈ സിനിമാ നടനായിട്ടുള്ള വിനായകന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്ത് മടുത്തതാണ്. ഒന്നാമത്തത്, വിനായകൻ എന്താ കാണിക്കുന്നത് വിനായകന് പോലും യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ പറ്റാത്തൊരു കാര്യമാണുള്ളത്. പക്ഷെ അദ്ദേഹം ഈ അടുത്ത് ഫ്ലാറ്റിൽ തുണിപോക്കി കാണിക്കുന്ന ഫോട്ടോയും അതുപോലെ സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റെ ഫോട്ടോ ഒക്കെ ഇട്ടുകൊണ്ട് അധമകുല ജാതനെ സവർണകുലത്തിലേക്ക് എത്തിക്കാൻ അങ്ങ് കുടുംബം വിറ്റും പോരാടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതിനൊന്നും മറുപടി പറയാൻ യഥാർത്ഥത്തിൽ പോവരുതാത്തതാണ്.